ونحن قد رضينا به مسلمين صلى عليه الله ما نشذاه ما نشذاه. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. ഏറെ സ്നേഹമുള്ള സുഹൃത്തുക്കളെ, ഇന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരുകളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. മുഹമ്മദ് എന്ന പേര് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച് 7-ാമത്തെ ദിവസം അബ്ദുൽ മുത്തലിബാണ് വിളിക്കുന്നത്. അബ്ദുൽ മുത്തലിബ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജദ്ദാണ്, ഉപ്പയുടെ ഉപ്പയാണ്. അദ്ദേഹമാണ് മുഹമ്മദ് എന്ന പേര് നൽകിയതും കുഞ്ഞിന് വേണ്ടി ഒരാടിനെ അറവ് നടത്തിയതും ചേലാകർമ്മം ചെയ്തതുമെല്ലാം. റസൂലുള്ളാഹി ജനിക്കുമ്പോൾ തന്നെ ചേലാകർമ്മം ചെയ്യപ്പെട്ട അവസ്ഥയിലായിരുന്നു എന്ന് പറയുന്നതിന് അടിസ്ഥാനങ്ങളില്ല. അബ്ദുൽ മുത്തലിബാണ് ചേലാകർമ്മം ചെയ്യുന്നതും അതുപോലെ തന്നെ ആടിനെ അറുക്കുന്നതും പേര് വിളിക്കുന്നതും അതിനെല്ലാം നേതൃത്വം നൽകുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. മുഹമ്മദ് എന്ന പേര് അറബികൾക്കിടയിൽ അത്ര സുപരിചിതമായ പേരായിരുന്നില്ല. റസൂലുള്ളാഹിയുടെ സമപ്രായക്കാരിൽ പോലും 20-ൽ താഴെ മുഹമ്മദുമാരെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിനു പുറമെ മറ്റു പേരുകൾ കൂടെ ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. മഹാനായ ജുബൈർ ഇബ്നു മുത്ഇം റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലി ഖംസത്തു അസ്മാ, എനിക്ക് 5 പേരുകളുണ്ട്. അന മുഹമ്മദ്, ഞാൻ മുഹമ്മദാണ്. അഥവാ പ്രശംസിക്കപ്പെടാൻ അർഹതയുള്ള വിശേഷണങ്ങളെല്ലാം ഒരുമിച്ച് കൂടിയവൻ എന്നതാണല്ലോ ആ പേരിൻ്റെ അർത്ഥം. എന്തുകൊണ്ടും ആ പേരിൻ്റെ യോജിച്ച ആ പേര് റസൂലുള്ളാഹിക്ക് യോജിച്ചതാണ്. റസൂലുള്ളാഹി മുഹമ്മദാണ്. വ അഹ്മദ്, അതുപോലെ തന്നെ ഞാൻ അഹ്മദാണ്. വ അന അൽ മാഹി അല്ലദീ യംഹുല്ലാഹു ബിയൽ കുഫർ, ഞാൻ അൽ മാഹിയാണ്, എന്നെ കൊണ്ട് അള്ളാഹു കുഫർ തുടച്ചു നീക്കും. അപ്പോൾ കുഫറിനെ തുടച്ചു നീക്കുന്നവൻ എന്ന അർത്ഥത്തിൽ അൽ മാഹി എന്ന പേര് റസൂലുള്ളാഹിക്കുണ്ട്. വ അന അൽ ഹാഷിർ അല്ലദീ യുഹ്ശറുന്നാസു ഖദമി, റസൂലുള്ളാഹി അൽ ഹാഷിറാണ്. റസൂലുള്ളാഹിയുടെ പിറകിലാണ് ജനങ്ങളെ ഒരുമിച്ച് കൂട്ടുക. വ അന അൽ ആഖിബ്, ഞാൻ ആഖിബാണ്. ഇനിയൊരു പ്രവാചകൻ ഇല്ലാത്ത, പ്രവാചകന്മാരിൽ അവസാനത്തെ അന്ത്യമായി വരുന്ന ആൾ എന്ന അർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ ആഖിബാണ്. വേറെയും ഹദീസുകളിൽ മുസ്ലിം ഉദ്ധരിച്ച ഒരു ഹദീസിൽ നബിയു തൗബ, നബിയു റഹ്മ എന്ന പേരുകൾ കൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ മുഹമ്മദ് എന്ന പേര് പരിശുദ്ധ ഖുർആനിൽ 4 തവണ വന്നിട്ടുണ്ട്. സൂറത്ത് സൊഫിൽ 6-ാമത്തെ ആയത്തിൽ അഹ്മദ്, ജനങ്ങളിൽ ഏറ്റവും അധികം അള്ളാഹുവിന് സ്തുതി പറയുന്നവൻ എന്ന അഹ്മദ് എന്ന പേര് വന്നിട്ടുണ്ട്. 3-ാമത് അൽ മാഹി, അൽ ഹാഷിർ, അൽ ആഖിബ്, നബിയു തൗബ, നബിയു റഹ്മ. അതുപോലെ തന്നെ ഒരു ഹദീസിൽ അൽ മുഖഫി എന്ന പേരും വന്നിട്ടുണ്ട്. അതിനു പുറമെ റസൂലുള്ളാഹിയുടെ ലഖബാണ്, സ്ഥാനപ്പേരാണ് അൽ അമീൻ. 40 വയസ്സുവരെ മക്കക്കാർ ഒന്നടങ്കം വിളിച്ചിരുന്ന പേരാണ് അൽ അമീൻ, വിശ്വസ്തൻ എന്ന അർത്ഥത്തിൽ. അറബികൾ പൊതുവെ കുഞ്ഞിയത്ത് സ്വീകരിക്കാറുണ്ട്. മൂത്ത ആൺകുട്ടിയിലേക്ക് ചേർത്തുകൊണ്ട് വിളിക്കുന്ന പേര്.
അത് റസൂലുള്ളാഹിയുടേത് അബുൽ ഖാസിം എന്നതായിരുന്നു. ഇതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരുകളായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചില മുസ്ഹഫുകളിലെല്ലാം പ്രവാചകന്റെ 99 നാമങ്ങളൊക്കെ എണ്ണി പറയുന്നത് കാണാൻ കഴിയും. അള്ളാഹുവിൻ്റെ നാമങ്ങൾ 99, അതുപോലെ റസൂലുള്ളാഹിയുടെ നാമങ്ങൾ 99 എന്ന രൂപത്തിൽ പഠിപ്പിക്കുന്നത് കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അങ്ങനെ 99 നാമങ്ങൾ ഹദീസുകളിൽ സ്ഥിരപ്പെട്ടിട്ടില്ല. മാത്രമല്ല അള്ളാഹുവിന് 99 നാമങ്ങളെ ഉള്ളൂ എന്നതും ശരിയായ നിലപാടല്ല. അത് വിശദീകരിക്കേണ്ട ഒരു സമയമല്ല. ഇൻഷാ അല്ലാഹ് നമ്മളത് കൂടുതൽ പഠിക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരുകൾ മനസ്സിലാക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.